ഹായ് ഗേയ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വളരെ നല്ല നല്ല കാര്യങ്ങളും പിന്നെ ഒരു അഭിനന്ദനങ്ങളും എനിക്ക് പറയാനുണ്ട്. അത് ആരെയാണെന്ന് നിങ്ങളോട് ഞാൻ പറയാം അത് ഈ വീഡിയോയിൽ. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ വളരെ നന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കണം. അപ്പോൾ പറഞ്ഞത് തുടങ്ങാൻ പോവാണ്. നമുക്ക് ഈ ഒരു ദിവസങ്ങളായിട്ട് വളരെയധികം ദുഃഖവും സങ്കടങ്ങളും പിന്നെ വേദനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരുടെ ലൈഫ് തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേരുടെ വീട് ഇല്ലാണ്ടായിട്ടുണ്ട്. അത് ഈ ഉരുൾപൊട്ടലിലും മഴവെള്ളപ്പാച്ചിലും പിന്നെ വെള്ളപ്പൊക്കത്തിലൊക്കെ ഒരുപാട് പേരുടെ ലൈഫും വീടൊക്കെ വീട്ടു സാധനമൊക്കെ തകർന്ന് തരിപ്പണമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോഴും ഒക്കെ വളരെയധികം സന്തോഷം എന്ന് പറയാൻ പറ്റില്ല. കാരണം ദുഃഖമാണ്. വളരെയധികം ദുഃഖം, വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ തോന്നിയിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്കതുപോലെ വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും. ഞാനൊക്കെ ഇത് കണ്ടു എനിക്ക് കഴിയാവുന്ന കാര്യങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കും. പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പൈസ ഇട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കാൻ പറ്റും. അല്ല, സഹായം അങ്ങനെ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ പറ്റും. അല്ലാണ്ട് പൈസ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അതിനുള്ള സംഭവം ആയിട്ടേ ഇല്ല, യൂട്യൂബ് ചാനൽ ആയിട്ടേ ഇല്ല. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് വളരെയധികം എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരു രീതിയിൽ സഹായങ്ങൾ ചെയ്യണം, നിങ്ങളുടെ കഴിയാവുന്ന വിധത്തിലൊക്കെ. അല്ലാണ്ട് ഞാനിങ്ങനെ നിർബന്ധം പിടിക്കുന്നേ ഇല്ല. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എനിക്ക് ഈ പൈസ കൊടുത്തിട്ടുള്ള പരിപാടി എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അല്ലാണ്ട് തന്നെ നമ്മൾ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന സംഭവം മാത്രമേ എനിക്ക് മതി. അധ്വാനിച്ചിട്ട് കിട്ടുന്ന സംഭവം മാത്രമേ മതി. ഈ യൂട്യൂബ് ചാനൽ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ 1000-2000 വ്യൂസുകളൊക്കെ എത്തിക്കാൻ, അതുപോലെ തന്നെ 2000 ലൈക്കൊക്കെ എത്തിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ റിച്ചിലേക്ക് എത്തിക്കാനും ഭയങ്കര പാടാണ്. കാരണം ആൾക്കാർ കാണുന്നതനുസരിച്ചാണ് ഈ വീഡിയോ നല്ല രീതിയിൽ വൈറൽ ആവുള്ളൂ. അപ്പോൾ പറയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു താരം ഇടയിൽ ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഹായം, ഈ വീടില്ലാത്തവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനും, ആരില്ലാത്തവർക്ക് തുണയായിരിക്കാനും, പിന്നെ സ്നേഹിക്കാൻ പറ്റാത്തവർക്ക് സ്നേഹിക്കാനും വേണ്ടിയിട്ട് ഒരാൾ ഒരു സഹായത്തിന് ആയിട്ട് എത്തിയിട്ടുണ്ട്. വേറെ ആരല്ല, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. നമ്മുടെ സ്വന്തം ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നല്ലൊരു മനുഷ്യൻ ചെയ്ത ഈ ഒരു നന്മയുടെ വിത്ത്
അത് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ആ മനുഷ്യൻ ഇങ്ങനൊരു കാര്യം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനം ഇതാണ്. എന്നെ കൊണ്ട് കഴിയാവുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ വീടില്ലാത്തവർക്കും അതുപോലെ തന്നെ ഈ ആരോഗ്യമില്ലാത്തവർക്കും വീട് നഷ്ടപ്പെട്ടവർക്കൊക്കെ ഞാൻ കഴിയാവുന്ന വിധം ഞാൻ സഹായിക്കാം എന്നും ഞാൻ സഹായിക്കാമെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? ഈ വീടില്ലാത്തവർക്കും ആരോഗ്യമില്ലാത്തവർക്കും പിന്നെ ഈ വീടൊക്കെ നഷ്ടപ്പെട്ടവർക്കൊക്കെ ഒരു ധനസഹായം ചെയ്ത് കൊടുക്കാമെന്ന് ലാലേട്ടൻ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരും നല്ലൊരു മനസ്സ് കാണിച്ച ലാലേട്ടനെ നിങ്ങളൊന്ന് എന്ത് ചെയ്യണം? കൈയ്യട്ടിക്കണം ശരിക്കും. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ചുംബനം കൊടുക്കണം. കാരണം അത്രയ്ക്കും നന്മയും സ്നേഹം നിറഞ്ഞ മനുഷ്യന് ഞാൻ മാത്രമല്ല ആരും കണ്ടിട്ടില്ല മാത്രമല്ല ഇങ്ങനൊരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യനെ ജനങ്ങളാരും കണ്ടിട്ടില്ല. അത്രയ്ക്കും നല്ല മനുഷ്യനാണ്, നന്മയുള്ള മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒന്നും കൂടിയും നല്ല രീതിയിൽ വിസ്തരിച്ച് പറയാണ്. ഈ വീടില്ലാത്തവർക്ക്, ആരോഗ്യമില്ലാത്തവർക്ക്, വീടൊക്കെ നഷ്ടപ്പെട്ടവർക്ക്, പിന്നെ സ്നേഹം ഒക്കെ നഷ്ടപ്പെട്ടവർക്ക്, അവർക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ എല്ലാം വിട്ടുകൊടുക്കുകയാണ്. കാരണം എന്നെ കഴിയാവുന്നതൊക്കെ ഞാനും അവരെ സഹായിക്കാം എന്ന് ഏറ്റെടുത്തേക്കാണ്. പിന്നെ ലാലേട്ടൻ ഒരു ധനസഹായ കണക്ക്, അതിൻ്റെ രീതി ഞാൻ പറയാം. ലാലേട്ടൻ കൊടുക്കാൻ പറഞ്ഞ തുക 3 കോടി രൂപയാണ്. 3 കോടി ആവട്ടെ, 4 കോടി ആവട്ടെ, എത്രയെങ്കിലും ആവട്ടെ, പക്ഷെ മനുഷ്യൻ ഇങ്ങനൊരു തീരുമാനം എന്തായാലും എടുത്തല്ലോ. വളരെയധികം സന്തോഷം. ഹായ് ലാലേട്ടാ. ലാലേട്ടൻ തീരുമാനിച്ച ലാലേട്ടൻ്റെ ഈ ഒരു നല്ലൊരു മനസ്സ്, അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ലാലേട്ടൻ ഈ വീടില്ലാത്തവർക്കും, വീട് നഷ്ടപ്പെട്ടവർക്കും, അതുപോലെ തന്നെ ആരോഗ്യമില്ലാത്തവർക്കൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് തീരുമാനിച്ചല്ലോ. അതൊക്കെ അല്ലാതും ഏറ്റെടുത്തോളാമെന്ന് തീരുമാനിച്ചല്ലോ. സഹായിക്കാമെന്ന് തീരുമാനിച്ച്. അപ്പോൾ ലാലേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇങ്ങനൊരു മനുഷ്യനെ വേറെ എവിടെയെങ്കിലും കിട്ടില്ല. ആ ജാതി മനുഷ്യനാണ് ഈ മനുഷ്യൻ, നന്മയുടെ വിത്തുള്ള മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് ഇതാണ്: എന്നെക്കറിയാവുന്നത് ഞാൻ സഹായിച്ചു തരാമെന്ന് ജനങ്ങളോടൊക്കെ പറയാണ്. അത് പ്രത്യേകിച്ച് ഈ വീടില്ലാത്തവർക്കും, വീട് നഷ്ടപ്പെട്ടവർക്കും, പിന്നെ പാവങ്ങൾക്കും, അതുപോലെ തന്നെ സ്നേഹിക്കാൻ പറ്റാത്ത
ആളുകൾക്കൊക്കെ പറയാണ് ലാലേട്ടൻ എന്നൊക്കെ അറിയാവുന്നതൊക്കെ ഞാൻ സഹായിക്കാമെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല ധനസഹായമൊക്കെ ചെയ്യാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. അത് ആരും ഇതുവരെ ചെയ്യാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള തുക, അത് 3 കോടി രൂപ. ഈ ജാതി മനുഷ്യൻ, ഇങ്ങനൊരു നന്മ ചെയ്യുന്ന മനുഷ്യൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? നിങ്ങൾ പറഞ്ഞത് കേട്ടാ മുത്തു എന്താ പറഞ്ഞേ? എന്നാ ചെയ്യാവുന്ന സഹായം എന്ന് പറഞ്ഞാൽ ധനം 3 കോടി രൂപ ഈ വീട് നഷ്ടപ്പെട്ടവർക്കും അതുപോലെ തന്നെ വീടില്ലാത്തവർക്കും പിന്നെ പാവങ്ങൾക്കും പിന്നെ ഈ സ്നേഹം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടവർക്കും വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ മനുഷ്യന് മുമ്പിൽ പോയിട്ട് നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചേ. ഒന്ന് കെട്ടിപ്പിടിക്കുക പോയിട്ട് ആ മനുഷ്യനൊന്ന് ഉമ്മാക്കി എന്നിട്ട് പറയും, ലാലേ വളരെയധികം താങ്ക്സ്. ഞാൻ ഈ ലാലെന്ന് വിളിക്കുന്ന ഒരു ഇതിൽ പറഞ്ഞു പോയതാ. ഞാൻ ലാലേട്ടനെ വിളിക്കുന്നത് നല്ല ബഹുമാനം കൊണ്ടാണ്. എനിക്ക് ലാലേട്ടനോട് നല്ല ബഹുമാനം. ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ലാലെന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം, ലാലേട്ടൻ ഒന്ന് ക്ഷമിക്കണം. എൻ്റെ സ്വന്തം ലാലേട്ടൻ ആണ്. അപ്പോൾ ലാലേട്ട എനിക്ക് അവിടേക്ക് വരണമെന്നുണ്ട്. കാരണം ഇത്രയും നന്മയും നന്മയുടെ വിത്തുമായിട്ടുള്ള ലാലേട്ടനെ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമുണ്ട്. നന്നായിട്ടൊന്ന് കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമുണ്ട്. ശരിക്ക് എനിക്ക് അതിന് ഒരു സാഹചര്യമില്ല. കാരണം ഈ നന്മയുടെ വിത്ത് വിതറിയ ഈ ഒരു മനുഷ്യൻ ഞാൻ എത്ര നന്ദി പറഞ്ഞ മതിയാവില്ല. ഐ ലവ് യു ലാലേട്ട. ലാലേട്ടൻ്റെ ഈ ഒരു മനസ്സ് എത്ര നന്ദി പറയാൻ മതിയാവില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ദിവസം ലാലേട്ടൻ്റെ വീട്ടിലോ അതുപോലെ തന്നെ ലാലേട്ടൻ്റെ അടുത്തോ ഒന്ന് നിങ്ങൾ വന്നു പോയിട്ട് കാണണം. എന്നിട്ട് നിങ്ങൾ ഷേക്കിൻ്റെ കൊടുക്കണം. എന്തിനാ ഷേക്കിൻ്റെ? തന്നെ പോലുള്ള നല്ല മനസ്സ് കാണിക്കുന്ന ആള് ഈ ഭൂമിയിലെ ഒരു സ്ഥലത്തുമില്ല. കാരണം അത്രയ്ക്ക് നല്ല മനസ്സും നന്മയുടെ വിത്തും ഒക്കെ ആയിട്ടുള്ള ആളാണ് ലാലേട്ടൻ. ഇങ്ങനൊരു തീരുമാനമെടുത്തിട്ട് വളരെയധികം താങ്ക്സ്. പിന്നെ ധനസഹായത്തിന് വേണ്ടി എന്നൊക്കെ അറിയാവുന്ന സഹായം എന്ന് പറഞ്ഞാൽ 3 കോടി രൂപ ആണ് കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മനസ്സ് കാണിച്ചതിനെ താങ്ക്സ് എന്ന് പറയാം. മുഖത്തോട് ഒന്ന് നോക്കിയിട്ട് ഈ ദുരിതവും പിന്നെ ഈ ഒരു സങ്കടമൊക്കെ കണ്ട് നിന്ന് അതെല്ലാം അറിഞ്ഞു വന്ന് ലാലേട്ടനോട് എന്ത് പറയണം? ലാലേട്ടൻ തീരുമാനിച്ചില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന്, ധനസഹായമൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ലാലേട്ടനോട് നന്ദി പറയാം. വളരെ 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 അധികം നന്ദി പറഞ്ഞു. ഒന്ന് കെട്ടിപ്പിടിക്കാം മനുഷ്യന്.
മനസ്സിലായോ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സി യു. അടുത്ത വീഡിയോ പാക്കല. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സി യു. എല്ലാവരുടെ ഇത് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരുടെ എൻ്റെ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്നായിട്ടൊന്ന് ഈ ഒരു വീഡിയോ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കണം.